സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന കോഴിക്കോട് ജില്ലക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്, ഭാര്യയുടെ ദുസ്വഭാവം ഏതെങ്കിലും ഒരു ഭർത്താവ് സഹിച്ചു പോയാ നിനക്ക് അല്ലാഹു ഒരു സമ്മാനം തരുന്നുണ്ട്. ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു ഒരു സമ്മാനം തരുന്നുണ്ട്. ഭർത്താക്കന്മാര്, നിന്റെ ഭാര്യ ശരിയല്ല, അവളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവളാ, അവളെ എല്ലാവർക്കും എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ഒരു ഭാരമാണ്, ഒരു ഭാര്യയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആ മുത്തറസൂല് അത് സഹിക്കുന്ന ഭർത്താവിനൊരു സമ്മാനം വാഗ്ദാനം ചെയ്യുകയാ. അത് സഹിക്കുന്ന ഭർത്താവിന് സമ്മാനം വാഗ്ദാനം ചെയ്യുകയാ. അവന്റെ ഭാര്യയുടെ ദുസ്വഭാവം ഏതെങ്കിലും ഒരു ഭർത്താവ് സഹിച്ചാൽ അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്ന് ചെറുപ്പക്കാരാ നിനക്ക് അല്ലാഹു തരുന്നതാ. അയ്യൂബ് നബിക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലം നിനക്ക് തരുന്നതാ. അയ്യൂബ് നബിക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലം നിനക്ക് തരുന്നതാ. അയ്യൂബ് നബിക്ക് അല്ല അത്രത്തോളം വലിയ സമ്മാനമാണോ കൊടുക്കുന്നത്? ചുരുക്കി പറയട്ടെ അയ്യൂബ് നബിയുടെ ചരിത്രം 1 മണിക്കൂർ 2 മണിക്കൂർ 2-3 ദിവസം വിശദീകരിച്ചാലും തീരില്ല. പക്ഷെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഒരിക്കൽ ചലിക്കപ്പെട്ടവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആകാശ ലോകങ്ങളിലേക്ക് കടന്നു പോകുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മേല് മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നത് ഇബ്ലീസ് കേൾക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നത് ഇബ്ലീസ് കേൾക്കുകയാണ്. ആ സമയത്തതാ ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവനെ, നിന്റെ പ്രവാചകനായ നിന്റെ അടിമയായ അയ്യൂബിനെ ഞാൻ ഒന്ന് പരിശോധിച്ചു. അയ്യൂബ് നല്ലവനാണ്, അയ്യൂബ് ആദിയാണ്, അയ്യൂബ് നല്ല ഇബാദത്ത് ചെയ്യുന്നവനാണ്, അയ്യൂബ് ഏറ്റവും നല്ല ആരാധന അർപ്പിക്കുന്നവനാണ്. പക്ഷേ അല്ലാഹുവേ, അയ്യൂബ് അതൊക്കെ ചെയ്യുന്നത് പണമുള്ളത് കൊണ്ടാണ്, പദവിയുള്ളത് കൊണ്ടാണ്, പവറുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അയ്യൂബിനെ ഒന്ന് പരീക്ഷിക്കാൻ എനിക്കൊരവസരം തന്നാൽ പിന്നെ അയ്യൂബ് ഇബാദത്ത് ചെയ്യൂല. അല്ലാഹ് പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, എന്റെ അയ്യൂബിന്റെ സമ്പത്ത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അയ്യൂബിന്റെ സമ്പത്തിന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാ. അങ്ങനെ ഇബ്ലീസ് ദുനിയാവിലേക്ക് കടന്നു വരികയാണ്. അയ്യൂബ് നബിയുടെ സമ്പാദ്യം 100 ആടുമാടുകളുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു, ഈന്തപ്പന തോട്ടങ്ങളുണ്ടായിരുന്നു, മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു. അതല്ല അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സമ്പത്തുകളല്ല ഇബ്ലീസ് കരിച്ചു കളയുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ സ്വത്ത് മുഴുവനും കരിഞ്ഞു പോയി നബിയേ. അയ്യൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, അതെനിക്കെന്റെ റബ്ബ് തന്നതാ. എന്റെ കഷ്ടപ്പാടല്ല, എന്റെ പരിശ്രമമല്ല, ഞാൻ ചോദിച്ചതല്ല, എന്റെ അള്ള തന്നതാണ്. ഈ ദുനിയാവിലെ ഒരു നാണയത്തുട്ട് പോലും എനിക്കെന്റെ അള്ള തന്നതാണ്. ഈ ദുനിയാവിന്റെ ഒരു മുത്തുപോലും എനിക്കെന്റെ റബ്ബ് തന്നതാണ്. അതുകൊണ്ട് അവനെടുത്തോട്ട്, എനിക്ക് പരാതിയില്ല എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്. ഇബ്ലീസ് പടച്ചവനോട് പറഞ്ഞു, അയ്യൂബ് നബിയുടെ മക്കളെ എനിക്ക് ഏൽപ്പിച്ചു തരുവോ? അയ്യൂബ് നബിയുടെ മക്കളെ എനിക്ക് ഏൽപ്പിച്ചു തരുവോ? ആ സമയത്ത് അല്ലാഹു പറയുന്നു, അയ്യൂബിന്റെ മക്കളെയും നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ കഴിയുന്ന കൊട്ടാരത്തിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടോ ആ കൊട്ടാരം ഒന്ന് പിടിച്ചു കൊടുക്കുകയാണ്. അയ്യൂബ് നബിയുടെ മക്കൾ മുഴുവൻ താമസിക്കുന്ന കൊട്ടാരം ഒന്ന് പിടിച്ചു കൊടുക്കി. അയ്യൂബ് നബിയുടെ മക്കൾ മുഴുവനും ആ കൊട്ടാരത്തിന്റെ കത്ത് കിടന്ന് മരിക്കുകയാണ്. അയ്യൂബ് നബി പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, എന്റെ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനെ, അയ്യൂബിന്റെ ശരീരം നിന്നെ ഏൽപ്പിക്കണം അല്ലാഹ് പറഞ്ഞു, വൈറ ഖൽബിഹി വലിസാനിഹി വാഖിലിഹി. അയ്യൂബിന്റെ ബുദ്ധിയിൽ തൊടാൻ പാടില്ല, അയ്യൂബിന്റെ ഹൃദയത്തിൽ തൊടാൻ പാടില്ല, അയ്യൂബിന്റെ നാവിൽ തൊടാൻ പാടില്ല. ബാക്കി ശരീരത്തിലൊക്കെ രോഗം കൊടുത്തോ എനിക്ക് സമ്മതമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം സുജൂദിൽ കിടക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരികയാണ്. വനഫഖ ഫീ മിൻഖരിഹി നഫഖ.
അയ്യൂബ് നബിയുടെ നാസ്വാദോരമാകുന്ന മൂക്കിന്റെ ദോരങ്ങളിലേക്ക് ഇബ്ലീസ് വന്നൊരു ഊതൽ കൊടുത്തു എന്ന് ചരിത്രം പറയുകയാണ്. അതോടുകൂടി വലിയ രോഗിയായി അയ്യൂബ് നബി മാറുകയാണ്. തളരാത്ത അയ്യൂബ് നബി, തളരാത്ത അയ്യൂബ് നബി, ക്ഷീണിക്കാത്ത അയ്യൂബ് നബി. അയ്യൂബ് നബിയുടെ ശരീരത്തിൽ രോഗം വരികയാ, സുറച്ചിൽ വരികയാ, സുരണ്ട് തുറന്നടന്ന് രക്തം പൊട്ടുകയാ, ചരം പൊട്ടുകയാ, ജനങ്ങളൊക്കെ വെറുക്കുകയാ, കല്ലെടുത്തെറിയുകയാ. പോടാ പോടാ എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ ഉപേക്ഷിക്കുകയാ. ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് കൊണ്ട് നടന്നവരൊക്കെ മാറിപ്പോകുകയാ. ഇന്നലെ വരെ സ്നേഹം പറഞ്ഞു വന്നവരൊക്കെ ഒഴിവായി പോകുകയാ. ആരുമില്ല, ആരുമില്ല. ആ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ അയ്യൂബ് നബിയെ കല്ലെറിഞ്ഞോടിക്കുമ്പോ ഒരാൾ മാത്രം ഒന്നും പറഞ്ഞില്ല, ഒരാൾ മാത്രം ഒന്നും പറഞ്ഞില്ല, ഒരാൾ മാത്രം ഒന്നും പറഞ്ഞില്ല. ആരാ പെങ്ങളെ, ആരാ പെങ്ങളെ, ആരാ പെങ്ങളെ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഇല്ല അല്ലോ, ഇല്ല അല്ലോ, എന്റെ പ്രിയരവനെ ഞാൻ നിലത്തു വെക്കൂല്ല. ഞാൻ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ.